അങ്ങനെ വ്യാജ പരാതി കൊടുത്താൽ ഒരു ആണിനെ കൊടുക്കാൻ പറ്റുമെന്ന സാമൂഹിക സാഹചര്യം നമ്മുടെ കേരളത്തിൽ വിശിഷ്യ നിലനിൽക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, വിശിഷ്യ കേരളത്തിൽ നിലനിൽക്കും. ആ സാമൂഹിക സാഹചര്യമാണ് പ്രശ്നം. ആ പെൺകുട്ടിക്കെതിരെ അറ്റ്ലീസ്റ്റ് സ്കൂളിൽ നിന്നെന്തെങ്കിലും നടപടി എടുത്തോ എന്ന് അറിയില്ല, മാധ്യമങ്ങളിൽ ഞാനത് കണ്ടില്ല. ആ പെൺകുട്ടിക്കെതിരെ സ്കൂൾ തലത്തിലെങ്കിലും, നിയമ നടപടിയൊന്നും വേണ്ട, കൊച്ചുകുട്ടിയാണ്, 13 വയസ്സാണ്, പക്ഷെ സ്കൂൾ തലത്തിലെങ്കിലും ആ പെൺകുട്ടിക്ക് നടപടി ഉണ്ടാകണം. ഒരു 13 വയസ്സുകാരി 10 പേരെ കള്ളക്കേസിൽ കൊടുക്കുകയും അതിനുശേഷം പോലീസ് വൈദ്യ പരിശോധനയിൽ അങ്ങനെ അല്ലാന്ന് കണ്ടെത്തുകയും അവരെ വിടുകയും ഒക്കെ ചെയ്യും. പോലീസുകാർക്കെതിരെ, അതായത് പ്രത്യേകിച്ച് ഈ 20 വയസ്സുള്ള പയ്യനെ മർദ്ദിച്ച ആ പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, സ്കൂൾ കുട്ടികളെ, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ മാതാപിതാക്കളുടെ അല്ലാത്ത സമക്ഷത്തിലല്ലാതെ ചോദ്യം ചെയ്തതും മറ്റും ഗൗരവമായ തെറ്റ് തന്നെയാണ്. വേണ്ട രീതിയിൽ നിയമക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല, അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഞാൻ ആ വീട്ടുകാരോട് നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെയും അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ 2-3 കാര്യങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്. ഒന്ന്, പീഡന പരാതികളിൽ നിർബന്ധമായും ഒരു കോൺഫിഡൻഷ്യൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് മാത്രമേ ഏതെങ്കിലും സ്റ്റെപ്പ് പോലീസ് എടുക്കാവൂ, ഇല്ലെങ്കിൽ അത് വളരെ ഹരാസ്മെന്റിന് കാരണമാകും. 2, ശ്രീ രമേശ് ചെന്നിത്തലയെ, ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയെ കഴിഞ്ഞ ആഴ്ചയിൽ കാണുകയും അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് കൊടുത്ത നിവേദനം നമ്മുടെ കേരള സർക്കാരിന് കൈമാറുകയും ചെയ്തു. ആ നിവേദനത്തിൽ പറയുന്നത് കോടതി വിധി വരുന്നത് വരെ ആരോപിതൻ എന്ന് മാത്രമേ ഒരാളെ വിളിക്കാവൂ. അയാളുടെ പേര്, ചിത്രം, ഐഡന്റിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വിടാതിരിക്കുക. 3ാമത്, ഞങ്ങൾ വളരെ കാലമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, റാഡിക്കലായ ഒരു ഐഡിയയാണ്. നിർബന്ധമായിട്ടും ലൈംഗിക ആരോപണ കേസുകളിൽ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ്, നാർക്കോ അനാലിസിസ് അല്ല, ലൈ ഡിറ്റക്ടർ, നുണ പരിശോധന പോലെയുള്ള ടെസ്റ്റുകളും കൂടി കൊണ്ടുവരിക. അതൊരു ഡെഫിനിറ്റീവ് എവിഡൻസ് ആയിട്ട് എടുക്കണ്ട, പക്ഷേ സൂചകമായ ഡിറക്ഷൻ നൽകാനുള്ള കാര്യമായിട്ട് എടുക്കുക. കാര്യം ധാരാളം വ്യാജ പരാതികൾ പല പുരുഷന്മാർക്കെതിരെയും വരുന്നുണ്ട്. ഒരുപക്ഷെ പ്രമുഖ പുരുഷന്മാരുടെ കാര്യത്തിൽ വരുമ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ കാണിച്ച ജാഗ്രത വളരെ അഭിനന്ദനാർഹമാണ്. കാര്യം മാധ്യമങ്ങളാണ് ഇതിന്റെ സത്യം പലപ്പോഴും പുറത്തു കൊണ്ടുവന്നത്. അത് 2, ഏറ്റവും ബഹുമാനത്തോടെ ആ 13 വയസ്സായ പെൺകുട്ടി, ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നതിൽ ഒരു പരിധിക്കപ്പുറം അർത്ഥമില്ല. അവൾ ചെയ്തത് 100% തെറ്റാണ്. പക്ഷെ ആ പെൺകുട്ടി ചെയ്യുന്ന തെറ്റിനോടൊപ്പം നമ്മളെന്ന പൊതുസമൂഹവും ആ തെറ്റിന് ഉത്തരവാദികളാണ്. അങ്ങനെ വ്യാജ പരാതി കൊടുത്താൽ ഒരു ആണിനെ കൊടുക്കാൻ പറ്റുമെന്ന സാമൂഹിക സാഹചര്യം നമ്മുടെ കേരളത്തിൽ വിശിഷ്യ നിലനിൽക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, വിശിഷ്യ കേരളത്തിൽ നിലനിൽക്കും. ആ സാമൂഹിക സാഹചര്യമാണ് പ്രശ്നം. ആ പെൺകുട്ടിക്കെതിരെ അറ്റ്ലീസ്റ്റ് സ്കൂളിൽ നിന്നെന്തെങ്കിലും നടപടി എടുത്തോ എന്ന് അറിയില്ല, മാധ്യമങ്ങളിൽ ഞാനത് കണ്ടില്ല. ആ പെൺകുട്ടിക്കെതിരെ സ്കൂൾ തലത്തിലെങ്കിലും, നിയമ നടപടിയൊന്നും വേണ്ട, കൊച്ചുകുട്ടിയാണ്, 13 വയസ്സാണ്, പക്ഷെ സ്കൂൾ തലത്തിലെങ്കിലും ആ പെൺകുട്ടിക്ക് നടപടി ഉണ്ടാകണം. കാരണം വ്യാജ പരാതികൾ കൊടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം വ്യാജ പരാതി കൊടുക്കുന്നവർക്ക് ഒരു കോൺസിക്വൻസ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അവർ വളരെ ഫ്രീ ആയി പോകുന്നു എന്നുള്ളതാണ്. പുരുഷനെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു ദുരവസ്ഥയാണ്. അതിനൊരു നിയമപരമായ കാര്യം കൂടിയുണ്ട്. നിയമം പലപ്പോഴും സ്ത്രീകളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, കുട്ടികളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ദുർബല വിഭാഗങ്ങളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പുരുഷൻ എന്ന് പറയുന്ന ഒരു സംജ്ഞ, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ പലപ്പോഴും അത് ഡിഫൈൻ ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലെ, സുപ്രീം കോടതി സ്ത്രീകൾക്ക് ഷീൽഡ് ആണ് നൽകിയത്, ഞങ്ങൾ പരിചകൾ നൽകി, പക്ഷേ യഥാർത്ഥത്തിൽ അവരത് വാളായിട്ട് യൂസ് ചെയ്യുകയാണ്. ഞാൻ